പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുവൊക്കെ വരികയല്ലേ, അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു പഴയ സെറ്റ് മുണ്ട് മേക്ക് ഓവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിൽ ആപ്ലിക് വർക്ക് ചെയ്തിട്ടാണ് ഇതിന് ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ ആപ്ലിക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇതിൻ്റെ ബോർഡറിലാണ് ആപ്ലിക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് മുമ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്ന മെറ്റീരിയൽസാണ്. പിന്നെ ഞാൻ ഇത് പേപ്പറിൽ ഇതുപോലെ ഒരു ലീഫ് ഡിസൈൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതപ്പോൾ നമുക്ക് ഈ തുണിയിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് മറ്റൊരു തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതിനാണ് നമ്മൾ ആപ്ലിക് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ പെൻ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ആപ്ലിക് വർക്ക് ചെയ്യുമ്പം നമ്മൾ എടുക്കുന്ന തുണിയുണ്ടല്ലോ, അതിലധികം നൂലൊന്നും വലിഞ്ഞു പോകാത്ത ടൈപ്പ് തുണിയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാൻ. നൂല് വലിഞ്ഞു പോകുന്ന തുണിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ മടക്കിയിട്ട് ആദ്യം നമ്മൾ റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ അധികം നൂലൊന്നും വലിയാത്ത ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ലീഫ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ആപ്ലിക് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സെറ്റ് മുണ്ട് ഇതുപോലെ വിരിച്ച് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ബോർഡറിലാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ബോർഡറിൽ ഞാൻ ഇതുപോലെ ഇതൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇത് തുണിയിൽ നിന്ന് നീങ്ങിപ്പോവാണ്ടിരിക്കാനാണ്. അപ്പം ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും സൈഡ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എൻ്റെ മെഷീനിൽ ഞാൻ 6 ആക്സ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇതിൻ്റെ ബോർഡർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് വിട്ട് 0ലും 1നും ഇടയിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ മെഷീനിൽ C ആണ് 6 ആക്സ് സ്റ്റിച്ച് വരുന്നത്. അത് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെൻഷൻ വരുന്നത് 2ലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 6 ആക്സ് സ്റ്റിച്ച് വെച്ച് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും സ്ട്രെയിറ്റ് സ്റ്റിച്ചിനേക്കാളും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതുപോലെ മെഷീനിൽ വെച്ചിട്ട് പതുക്കെ അതിൻ്റെ കോർണറെല്ലാം നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതുമാത്രമേ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമുക്കത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ലീഫും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് എവിടെയൊക്കെയാണോ ഇത് വേണ്ടത് അവിടെയൊക്കെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.